ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മലയാളി വുമൻസ് അറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത് എവർഗ്രീൻ ടർട്ടിൽ വൈൻ പ്ലാന്റിന്റെ കെയറുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് കളക്ഷൻസ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിന്റെ കെയറിനെ പറ്റി ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കരുതി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ തുടർന്നും ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം, ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഇപ്പോൾ ക്രാഫ്റ്റും പ്ലാന്റ് കെയറും കൂടി ഒരുമിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്നതിനൊന്നും അധികം വ്യൂസ് ഇല്ല. അതുകൊണ്ട് ഞാൻ കരുതി ക്രാഫ്റ്റ് വീഡിയോസ് മാത്രം വേറൊരു ചാനലിലേക്ക് മാറ്റാമെന്ന്. അതുകൊണ്ട് ഞാൻ ക്രാഫ്റ്റിനായിട്ട് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മീസ് ക്രിയേറ്റീവ് എറ എന്നാണ് ആ ചാനലിന്റെ പേര്. അപ്പോൾ നിങ്ങളിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിലേക്ക് നല്ല നല്ല വീഡിയോസ് ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ചൊരു ലൈറ്റിന്റെ പ്രശ്നമുണ്ട്. അത് നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടർട്ടിൽ വൈൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. ടർട്ടിൽ വൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ് ടർട്ടിൽ വൈൻ. അപ്പോൾ അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിന്റെ ആവശ്യമില്ലെങ്കിലും തീരെ സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊന്നും അത് വളർത്താൻ പറ്റില്ല. അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റുള്ള ഒരു ഏരിയയിലാണ് ഇത് നന്നായിട്ട് വളരുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സൺലൈറ്റ് ഒക്കെ തട്ടിയെന്ന് വിചാരിച്ചിട്ട് അതിന് വലിയൊരു കുഴപ്പങ്ങളൊന്നും വരാനില്ല. പക്ഷെ ഓവറായിട്ട് സൺലൈറ്റ് വരുന്തോറും അതിന്റെ ഇലകളൊക്കെ ഒരു വൈറ്റ് കളറിലേക്ക് വരാൻ തുടങ്ങും. അതായത് നമ്മുടെ ടർട്ടിൽ വൈൻ്റെ ലീവ്സ് ഒക്കെ ഒരു എന്താ പറയാ, അധികം ഡാർക്ക് അല്ലാത്ത ഒരു ഗ്രീൻ കളറായിട്ടായിരിക്കും സാധാരണ ഇരിക്കാറ്. പക്ഷെ നമ്മളത് സൺലൈറ്റിലൂടെ എക്സ്പോഷർ വരുന്തോറും അതിന്റെ ആ ഒരു ഗ്രീൻ കളർ കുറഞ്ഞിട്ട് സ്ലൈറ്റ് ആയിട്ടൊരു വൈറ്റ് ഷെയ്ഡ് വരാൻ തുടങ്ങും. അതാണ് ടർട്ടിൽ വൈൻ വെയിലത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേകത. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടർട്ടിൽ വൈൻ എപ്പോഴും നനയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം വാട്ടർ ചെയ്തു, അതിനുശേഷം ആ വാട്ടർ നന്നായിട്ട് ഡ്രൈ ആയി പോയതിനു ശേഷം വീണ്ടും വാട്ടർ ചെയ്ത് കൊടുക്കുക. അത് ഒട്ടുമിക്ക പ്ലാന്റ്സിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടുള്ള ടർട്ടിൽ വൈനൊക്കെ പ്രത്യേകിച്ചും ഓവറായിട്ട് നമ്മളെപ്പോഴും വെള്ളം കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ ലീവ്സ് ഒക്കെ ഒരു യെല്ലോ ഷെയ്ഡിലോട്ട് വന്നിട്ട് അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വാട്ടർ എപ്പോഴും ഒന്നില്ലെങ്കിലും മിതമായ അളവിൽ എല്ലാ ദിവസവും കൊടുക്കുക. അല്ലെങ്കിൽ ഒരു വട്ടം നന്നായിട്ട് നനച്ചതിന് ശേഷം സോയിൽ സർഫേസ് ഡ്രൈ ആയിട്ട് വീണ്ടും നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ ടർട്ടിൽ വൈൻ്റെ വാട്ടറിങ്ങിന്റെ കാര്യം. അപ്പൊ അടുത്തതായിട്ട് നമുക്കിനി ടർട്ടിൽ വൈൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പൊ അതിന്റെ പോട്ടിംഗ് മിക്സറും ഒക്കെ ആ ഒരു കൂട്ടത്തിലൂടെ പറഞ്ഞു പോകാം. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് പീസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിന് എല്ലാം ഒരേ ലെവലിൽ നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പോട്ടി മിക്സിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മണ്ണ്, ഉണക്കച്ചാണകം, അതേപോലെ കോക്കോപീറ്റ്. ഒരു 70% മണ്ണും പിന്നെ ബാക്കി ഉണക്കച്ചാണകവും കോക്കോപീറ്റും കൂടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവയെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോക്കോപീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മണ്ണും ഉണക്കച്ചാണകം തമ്മിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ചട്ടികളിലൊന്നും കോക്കോപീറ്റ് യൂസ് ചെയ്തിട്ടില്ല. അന്ന് എൻ്റെ കയ്യിൽ കോക്കോപീറ്റ് ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച കാരണം ഉള്ളത് കൊണ്ട് ചേർക്കുന്നു എന്നുള്ളൂ. അപ്പോൾ കോക്കോപീറ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചെടികളുടെയൊക്കെ വേരോട്ടത്തിനും അതേപോലെ തന്നെ മണ്ണിൽ അല്പം വെള്ളമൊക്കെ ഒന്ന് റിട്ടേൺ ചെയ്ത് നിർത്താനൊക്കെ നല്ലതാണ്. അതിനാണ് ഈ കോക്കോപീറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. വെള്ളം വാർന്നു പോകുന്ന ഏതൊരു ടൈപ്പ് ഇളക്കമുള്ള മണ്ണും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ കൂടെ കുറച്ച് ഉണക്കച്ചാണകം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് ഒരു വളം കൂടിയായി. അപ്പോൾ ഇതേ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചട്ടിയിലേക്ക് എടുക്കാം. എടുക്കുന്ന ചട്ടിയുടെയൊക്കെ ഡ്രെയിനേജ് ഹോൾസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് അടഞ്ഞിരിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഹോൾസ് ഒക്കെ കവർ ചെയ്യുന്ന വിധത്തിൽ അല്പം ഓടും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏതൊരു ചെടി നടുമ്പോഴും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ പിന്നീട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മണ്ണ് വന്ന് ഡ്രെയിനേജ് ഹോൾസിൽ കെട്ടി നിന്ന് ബ്ലോക്ക് ആവാതെ അടിയിലേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങി പോകുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ചെടി നടുമ്പോൾ ഈ ഹോൾസ് ഇതേപോലെ എന്തെങ്കിലും ഓടും കഷ്ണം എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം.
അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനി പോട്ടിംഗ് മിക്സ് നിറയ്ക്കാം. അപ്പോൾ ചട്ടിയിൽ നിറയെ മണ്ണ് കവിഞ്ഞ് നിൽക്കുന്ന വിധത്തിൽ ഞാൻ ചട്ടി നിറച്ചിട്ടില്ല, ഒരല്പം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ചെടികൾ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസിന് ഇതേപോലെ കുറച്ച് പീസ് എടുത്തിട്ട് ഓരോരോ സൈഡിലായിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഓരോ സൈഡിൽ ഇതേപോലെ നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്ന അടിയിലേക്ക് അത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഓരോരുത്തർ വയ്ക്കുന്നതിലും ബെറ്റർ ഇതേപോലെ കുറച്ച് തണ്ടുകൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് പീസാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് ജസ്റ്റ് ഒരു സൈഡിൽ ഒന്ന് നട്ടു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അത്യാവശ്യം വളർന്നു വരുമ്പോൾ പിന്നീട് അതൊന്ന് നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് ഇതേപോലെ ചുറ്റും വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ചെടി നട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് ഹാങ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുക. പിന്നീട് സോയിൽ ഡ്രൈ ആവുന്നതിനനുസരിച്ച് വെള്ളമൊഴിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഈ ഒരു ടർട്ടിൽ വൈൻ ഇപ്പോൾ നല്ല വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോയിലൂടെ കാണുമ്പോൾ പക്ഷെ കുറച്ചും കൂടി ഗ്രീനിഷ് ആയിട്ടാണ് തോന്നുന്നത്. ശരിക്കും അതൊരു എന്താ പറയുക, ഒരു വൈറ്റ് കളറിലേക്ക് അതിൻ്റെ ലീഫ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പ്രത്യേകിച്ച് വാട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ലീഫിൻ്റെ കളർ ഒരു വൈറ്റ് ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിൽ അത് അത്രയ്ക്ക് വ്യക്തമല്ല എന്തായാലും. അപ്പോൾ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല വെയിലത്ത് ഇരിക്കുന്നത് കൊണ്ട് ദിവസവും വെള്ളമൊഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഷെയ്ഡിലുള്ളതൊക്കെ സോയിൽ സർഫേസ് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളമൊഴിക്കേണ്ട വരാറുള്ളൂ. അപ്പോൾ നമ്മൾ ടർട്ടിൽ വൈൻ്റെ പോട്ടിംഗ് മിക്സറിൻ്റെ ടൈമിൽ പറഞ്ഞിരുന്നു ഉണക്കച്ചാണകം ചേർത്തിട്ടാണ് നടുന്നതെന്ന്. അപ്പോൾ ഉണക്കച്ചാണകം ചേർത്ത് നടുമ്പോൾ തന്നെ ഇതിന് അത്യാവശ്യത്തിനുള്ളൊരു വളമൊക്കെ അതിൽ നിന്ന് കിട്ടും. പക്ഷേ ഏത് പ്ലാന്റ്സിനെ പോലെ തന്നെ ടർട്ടിൽ വൈനും നന്നായിട്ടുള്ളൊരു ഗ്രോത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 15 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഒരിക്കലെങ്കിലും നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഒന്ന് പുളിപ്പിച്ച് അതിൻ്റെ തെളിയെടുത്ത് നറുപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് കുറച്ചും കൂടി എന്താ പറയുക ഒന്ന് എൻഹാൻസ് ചെയ്യും. ഞാൻ നോർമലി കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ തെളി എടുത്തിട്ട് നറുപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ചിലർ പച്ചച്ചാണകത്തിൻ്റെ തെളി നറുപ്പിച്ച് കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ജൈവവളങ്ങൾ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന വളങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ ടർട്ടിൽ വൈൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഒറ്റയടിക്കൊന്നും വളർന്ന് പന്തലിച്ച് വരില്ല. അത് എന്താ പറയുക, ഗ്രാജുവലി ഇങ്ങനെ ടൈം എടുത്തിട്ടാണ് അതിൻ്റെ ഓരോ വളർച്ച. എന്നാലും മറ്റു പ്ലാന്റ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഫാസ്റ്റാണ് അതിൻ്റെ ഗ്രോത്ത് എന്ന് മാത്രം. ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ടർട്ടിൽ വൈൻസിൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു 3 മാസത്തോളം ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗ്രോത്തിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ഞാൻ വളമായിട്ട് ചെയ്തത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വളപ്രയോഗം മാത്രമാണ് വളമായിട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ടർട്ടിൽ വൈൻ്റെ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ട് നമ്മൾ അതിനെ പരിപാലിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കത് ജസ്റ്റ് അതിന് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു 3-4 ചട്ടികളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ട് ഹാങ്ങിങ് ചെയ്തിടാം. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരുമിച്ച് ഒരേ ഗ്രോത്തിൽ വളർന്നു വരും. അത് കാണുമ്പോഴാണ് നമ്മൾ ഒറ്റ പ്ലാന്റായിട്ട് ഇടുന്നതിലും കൂടുതൽ ഭംഗി ഇതിങ്ങനെ ഒരു 3-4 ചട്ടികളിലായിട്ട് ഒരുമിച്ച് ഇടുമ്പോഴാണ് ഈ ടർട്ടിൽ വൈന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ടർട്ടിൽ വൈൻ പ്ലാന്റ് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ട് ഒരു പ്ലാന്റ് കിട്ടുമ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇടാനൊക്കെ ഒരു മടി ഉണ്ടാകും. പക്ഷെ കൂടുതൽ നല്ലത് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇടുന്നത് തന്നെയാണ്. ടർട്ടിൽ വൈനെ കുറിച്ച് പറയാനായിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്യുക. അത് ലൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗ്രോത്തും കുറച്ച് കുറയും. പിന്നെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ള കളറാകും. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. വളത്തിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വളർത്താം. പിന്നെ ഇടയ്ക്കിട്ട് നമുക്ക് കുറച്ച് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കാം. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി ഓർത്തത്. ഇതിപ്പോൾ നന്നായിട്ട് ഇലോങ്ങേറ്റ് ചെയ്ത് അടിയിലോട്ട് വളർന്നു വരുമ്പോഴേക്കും അടിഭാഗം ഒരുമാതിരി ഇങ്ങനെ വാല് പോലെ കിടപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് ബുഷിയായിട്ട് വളരാനും അതേപോലെ തന്നെ എന്താ പറയുക ആ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം നമുക്ക് വേറൊരു പ്ലാന്റ് ആയിട്ട് മാറ്റാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ടർട്ടിൽ വൈൻ പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ട്.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പുതിയതായിട്ട് മലയാളി വുമൺസ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഗാർഡനിങ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. ബൈ.